ഭൂരിപക്ഷം 20,000 ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അസസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മുൻകൂർ ജാമ്യം എടുക്കില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതല്ലേ. ആ ഭരണവിരുദ്ധ വികാരം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായ ഒരു അസസ്മെൻ്റാണ്, ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആർക്കാണ് ആധിപത്യവും ആരാണ് നാളെ വരെ ആധിപത്യം പുലർത്തിക്കൊണ്ടു പോകുന്നതും എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഭരണവികാര വിരുദ്ധ തീരുമാനമാണ് എന്ന് തീരുമാനമെടുക്കാൻ അനിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കില്ല. അതൊന്നും ബാധിക്കില്ല. ബാധിക്ക് ഇലക്ഷൻ പ്രചരണം വരുമ്പോൾ ഈ പ്രചരണത്തിനൊക്കെ പലതും ആളുകൾ പറയും. ഇതൊന്നും ജനങ്ങൾ കേട്ടുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ എന്നല്ല. അവർ ചില തീരുമാനങ്ങൾ അതൊക്കെ മുമ്പേ എടുത്തു കഴിഞ്ഞു. അത് അവർ നടപ്പിലാക്കി എന്നുള്ളതാണ് നേരെ. അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധവാ പെൻഷൻ പദ്ധതി സർക്കാർ കൊടുക്കുമെന്നുള്ള മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വേണുഗോപാൽ പറഞ്ഞുവെങ്കിൽ അത് രാഷ്ട്രീയ അഭിപ്രായമായി നമുക്ക് കണക്കാക്കിയാൽ മതി. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഭരണത്തുടർച്ച ഉണ്ടാകുകയില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഭരണം പോകണമെങ്കിൽ ഇനിയും ഭരണത്തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനിയും കാണുന്നത്. ശക്തമായൊരു ത്രികോണ മത്സരം ഇവിടെ വരികയാണ്. ആ ത്രികോണ മത്സരത്തിൻ്റെ ഗുണം ആർക്ക് കിട്ടുമെന്ന് നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത്. അദ്ദേഹം വിദഗ്ധനായ ഒരാളാണ്. അത് കോൺഗ്രസ്സിലെ ചക്കളത്തെ പോരാണ്. അത് നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാൻ നമ്മളതിനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ അൻവറിന് കിട്ടിയ വോട്ട് അൻവറിന് ലീഗിലേക്കുള്ള ഒരു പാലമായിരിക്കും. ഇത്രയും വോട്ട് അൻവറിനോട് കിട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗ് അൻവറിന് സ്ഥാനാർത്ഥിത്വം നോക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം പലപ്പോഴും അൻവർ അഭയം തേടിയതും ചർച്ച ചെയ്തതും ഓടിച്ചെന്ന് കയറിയതും എല്ലാം ലീഗ് പാളയത്തിൽ ചെന്നായിരുന്നു തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുകയും അത് ലീഗ് കോൺഗ്രസിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഭാവിയിൽ അൻവറിന് ലീഗുകാരൊരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാൻ തയ്യാറായാൽ അത് തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കില്ല, സംഭവിക്കാവുന്നതാണ്.